ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. Kannurkitchൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബൺ നിറച്ചതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് മാത്രമാണ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എടുത്ത് കളയാൻ നല്ല എളുപ്പമായിരിക്കുമല്ലോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് 3 എഗ്ഗ് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 5 ബണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് നേരെ നിന്നോളും. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിവശത്തുള്ള ഈ ഭാഗം നമുക്ക് മാറ്റി വെക്കണം. ഇത് പിന്നീട് ആവശ്യമുള്ളതാണ്, നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബന്നും അതിൻ്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 ബണ്ണും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ പീസ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ടേബിൾ സ്പൂൺ മസാല ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ചെറിയ ബണ്ണാണ് കിട്ടിയിരിക്കുന്നത്. വലിയ ബണ്ണാണ് കിട്ടിയതെങ്കിൽ എഗ്ഗ് മുഴുവനായിട്ടും വെച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. എഗ്ഗിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി മുകളിൽ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസ് വെച്ചിട്ട് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ബ്രെഡും ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ച ഈ ഭാഗം ഉണ്ടല്ലോ, അതിലോട്ട് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. എഗ്ഗ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ബണ്ണിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബണ്ണിൻ്റെ സൈഡ് വശത്ത് ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ എഗ്ഗിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ വേണമെങ്കിലും എടുക്കാം. 4 വശത്തും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പിന്നീട് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്ന ടൈമിൽ ശരിക്കും ബണ്ണ് പോലെ തന്നെ ഒട്ടി നിൽക്കും. നമ്മൾ കട്ട് ചെയ്തതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുപോലെ ഹോളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടല്ലോ, ഒരെണ്ണം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
ഇപ്പോൾ മുഴുവൻ ബണ്ണും ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബണ്ണ് നമ്മൾ അടിവശം ഒട്ടിച്ച വശം ഉണ്ടല്ലോ, അത് പാനിൽ വരുന്ന വിധത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 ബണ്ണാണ് ഒരുമിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശം നമ്മൾ എഗ്ഗും ബണ്ണും വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കാവാനുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ആകുമ്പോൾ ഒരു മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് 4 ബണ്ണും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി എല്ലാം കുക്കായത് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് സൈഡ് വശമൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പാനിൽ വെച്ചിട്ട് തിരിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. ഇതുപോലെ 4 ബണ്ണും നമുക്ക് സൈഡ് വശമൊക്കെ ഒന്ന് കുക്കായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും ചായ തിളക്കുന്ന ടൈം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എഗ്ഗൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഫുഡൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ 4 വശവും ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം. ഇതിവിടെ എല്ലാ വശവും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പാനിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുക്കണം. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.